നമ്മുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ 3 ദിവസമായിട്ട് ശനിയാഴ്ച വെളുപ്പിന് ആന ഈ നാട്ടിലിറങ്ങിയതാണ്. മണ്ണുണ്ടി ഭാഗത്താണ് ഇറങ്ങിയത്. പടമലയിൽ നേരെ പിന്നെ അജി എന്ന വ്യക്തിയെയും കൊന്നിട്ട് പിന്നെ കുത്തിക്കൊന്ന് ആന നേരെ പടമലയിൽ നിന്ന് ചേരൂർ വഴി മണ്ണുണ്ടിക്കാണ് കയറിയത്. അവിടുന്ന് ശനിയാഴ്ച വെളുപ്പിന് വന്ന ആനയാണ്. അവിടുന്ന് പിന്നെ ഞായറാഴ്ച മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച മയക്കുവെടി, ഇന്ന് ചൊവ്വാഴ്ച 4 ദിവസം. ജനം വളരെ ഭീതിയിലാണ്. ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ ആനയെ ഇന്ന് മയക്കുവെടി വെച്ചില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ 1.5 കിലോമീറ്റർ പരിധിയിലാണ് ഈ ആന കടന്ന് കളിക്കുന്നത്. 2ാം ഗേറ്റും ഇരുമ്പുപാലം 1.5 കിലോമീറ്റർ പരിധിയിലാണ് ഫോറസ്റ്റ് സൈഡിൽ കൂടി ആനകൾ കളിക്കുന്നത്. അപ്പോൾ അതിനെ ഇന്ന് മയക്കുവെടി വെച്ചിട്ടില്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനാണ് ഈ ജനങ്ങളുടെ തീരുമാനം. ജനങ്ങൾക്ക് പുറത്തിറങ്ങി 3 ദിവസമായിട്ട് ജനങ്ങൾക്ക് ഈ 2 ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് വൈകുന്നേരം കണ്ടത്. അതിന് സമാനമായ രീതിയിൽ അതിനേക്കാളും വലിയ രീതിയിലായിരിക്കും ഇന്നത്തെ പ്രക്ഷോഭം ഇവിടുത്തെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ കടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് വിടില്ല. അപ്പോൾ അവർ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ ആനയെ കൊല്ലാനുള്ള ഓർഡറോ സർക്കാരിനോട്ട് നിന്ന് വാങ്ങി കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭമായിട്ട് ഇന്ന് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവർ എന്ത് ശ്രമം നടത്തിയാലും ഇന്ന് ആനയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇത് നേരെ കാളിക്കൊല്ലിക്കായിരിക്കും വന്നത്. കാട്ടിക്കുളം 1 കിലോമീറ്റർ പരിധി കാട്ടിക്കുളമാണ്. ആ കാട്ടിക്കുളം ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ജനവാസം കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മളൊക്കെ ഉള്ള ഈ കോളനികളും അല്ലെങ്കിൽ മറ്റു വീടുകളുള്ളേക്കാളും കൂടുതൽ ഏരിയ ഉള്ള സ്ഥലമാണ് കാളിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത്. ആ സ്ഥലത്തേക്ക് ഇന്ന് രാത്രിയിൽ ആന പോയി കഴിഞ്ഞാൽ നാളെ ടൗൺ ഏരിയയാണ്. അപ്പം നമുക്കത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയല്ല. ആന ഇന്ന് മയക്കുവെടി വെക്കുകയോ ഇന്ന് ആനയെ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യണം. ഈ ആളെ കൊല്ലുന്ന ആനയായതുകൊണ്ട് അതിനെ ഇനിയും നാട്ടിൻ പ്രദേശത്ത് കയറാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് വിടുകയോ. ഇവിടെ വാഹനങ്ങൾ ഓടുന്ന ഏരിയയാണ്. ഈ രാത്രി ഒന്നുമില്ലാത്ത സമയത്ത് ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഓടുന്ന സ്ഥലമാകുമ്പോൾ നമ്മൾ ഈ അക്രമകാരിയായ ആനയെ നമുക്ക് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ. ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇന്നലത്തെയും മെനങ്ങാനത്തെ പോലെയാണെങ്കിൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കാട്, ഭയങ്കര വലിയ കാടുകളാണ്. ഇഞ്ചമുള്ളും മറ്റുള്ള ഇതും നിറഞ്ഞൊരു കാടുകളാണ്. അപ്പോൾ ഈ കുങ്കിയാനം ഇത് മയക്കുവെടി വെക്കാൻ ഇപ്പം ഇന്നലെ 3 ദിവസത്തെ അനുഭവം വെച്ച് നോക്കിയാൽ ഇത് മയക്കുവെടി വെക്കണമെന്നാണ് ഞങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് മര്യാദയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ആനയെ ഒന്നി മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യണം. ഇത് ഞങ്ങളാണ് രാത്രി 12 മണിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഇവർ പറഞ്ഞത്. ഈ കൊങ്ങണിക്കാടുകളും ആനയുടെ ഉയരത്തിലുള്ള തന്നെ കൊങ്ങണിക്കാടുകളാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് ഒരിക്കലും വെടിവെക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. നമ്മൾ പിന്നെ അവരുടെ കൂടെ സഹകരിക്കുന്നു. പിന്നെ ഈ രാത്രി 12 മണിക്ക് 1 മണിക്കും വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് എന്തുണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനനെ എങ്ങനെയും തിളച്ച് നല്ല മയക്കുവെടി വെച്ച് കൊണ്ടുപോകുക അല്ലെങ്കിൽ വെടിച്ച് കൊല്ലുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നമുക്കില്ല. ഒരിക്കലുമല്ല. അവർ പറഞ്ഞത് വെറുതെ പറയാണ്. അനുയോജ്യമായ സ്ഥലമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊങ്ങണിക്കാടാണ്. കൊങ്ങണിക്കാട് എന്ന് പറഞ്ഞൊരു ആനയുടെ ഹൈറ്റിന് അത്രയ്ക്ക് തന്നെ കൊങ്ങണിക്കാടാണ്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരിക്കലും മയക്കുവെടി വയ്ക്കാൻ പറ്റില്ല. അവർ പരമാവധി ഈ ദേശീയപാത അരികത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരിക്കലും അവർക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ പറ്റില്ല. ചേമ്പുകൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ചേമ്പുകൊല്ലിയായി. ഈ കോളനി നാട്ടുമ്പുറത്ത് കോളനിയിൽ നിന്ന് ഇരുമ്പുപാലം കോളനിയിൽ നിന്ന് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലി പ്രദേശമാണ്. അവിടെയാണ് ആനയുള്ളതെന്ന് പറഞ്ഞത്. അവിടെ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്തിലേക്ക് അടുപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ കാട്ടിൽ നിന്ന് എന്തായാലും വെടിവെക്കൽ നടക്കില്ല. എന്ന് വെച്ചാൽ ഇഞ്ചമുള്ളും കൊങ്ങിണിക്കാടുകളും തിങ്ങി നിൽക്കുന്ന ഭയങ്കര ആനയെക്കാളും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഈ ഫോറസ്റ്റ് പ്രദേശമായതുകൊണ്ട് തീർച്ചയായിട്ടും വെടിവെക്കാൻ മയക്കുവെടി വെക്കാൻ നടക്കില്ല എന്നാണ് നമ്മുടെ ജനവാസം ഇത്. അതുമാത്രമല്ല ഈ ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കടുവ ഒരു വലിയൊരു വിഷയമാണ്. കടുവയും ഉണ്ട്. അതുകൊണ്ട് എല്ലാം അവർ ശ്രദ്ധിച്ചാണ് പോകുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ആനേനെ രണ്ടിലൊന്ന് അറിയാതെ നമുക്കൊന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. കാട്ടിക്കുളത്ത് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾ ഞങ്ങൾ രംഗത്തിറങ്ങും. വെച്ചാൽ ഇന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാത്രിയിൽ ഈ കോളനികളിൽ ഒരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഓട്ടം പോകാൻ ഞങ്ങൾ ഇറങ്ങില്ല. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകില്ല. അത് അത്രയ്ക്ക് ഒരു ഭീകര അന്തരീക്ഷമാണ്. അതിനെതിരെ ഞങ്ങൾ എന്തായാലും
ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി ജനവാസ മേഖലയിലേക്കായിരിക്കും ഈ ആനയുടെ സഞ്ചാരം. അതുകൊണ്ടാണ് അതെ, തീർച്ചയായിട്ടുമാണ്. ഇതിപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് നമ്മൾ ആലത്തൂർ എസ്റ്റേറ്റ്, ആലത്തൂർ ഭാഗങ്ങൾ. അങ്ങോട്ട് ഈ ആന കടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ മിനിഞ്ഞാന്ന് നടന്ന സംഭവം പോലെ ആയിരിക്കില്ല. കാരണം അത്രയ്ക്ക് ജനങ്ങൾ താമസിക്കുന്നതിന് പിന്നെ ആനക്ക് ഏത് ഭാഗത്ത് കൂടെ കയറി പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തന്നെ വെടിവെച്ച് കൊല്ലണം തന്നെയാണ് എല്ലാവരും അഭിപ്രായമുള്ളത്. അല്ലാണ്ട് യാതൊരു രക്ഷയില്ല. കാരണം അവർ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ കുറച്ച് മുൻപ് പറഞ്ഞത് ഈ അനുയോജ്യമായ സ്ഥലം എന്നാണ്. അനുയോജ്യമായ സ്ഥലം അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ കറക്റ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറ്റിക്കാടുകളാണ്. ഈ ആനയാണല്ലോ, അത് കറക്റ്റ് അതിനനുസരിച്ച് ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ പറയുന്നുണ്ട് കറക്റ്റ് അതിന് ഉന്നം കിട്ടുന്നത്. ഇപ്പോൾ വന്ന് ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുമെന്നില്ലോ, ആന ഇങ്ങനെ തന്നെ. ഇപ്പോൾ 3-4 ദിവസം ഇവിടെ കിടന്ന് കളിക്കുന്നത്. എത്ര ആൾക്കാർ പട്ടിണി പാവങ്ങൾ പണിക്കും പോകാൻ പറ്റാണ്ട്, സ്കൂളിലെ മക്കൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ളപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന പോലെ ആന ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. കിട്ടുന്നിടത്ത് വെച്ച് നമ്മൾ പറയുന്നത് അടിച്ച് കൊല്ലണം തന്നെയാണ് പറയുന്നത്. കാരണം ഒന്നും നല്ല പറയുക, കർണാടകത്തിൽ നിന്ന് വന്നാൽ അവിടെ നിന്ന് ആൾക്കാർ ജനങ്ങളെ കൊന്നിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഇവിടുന്ന് ഒരാളെ കൊന്നു പറയുന്നത് ഇവിടുന്നും കൊന്നിട്ടുണ്ട്. ഇനി എത്ര ആൾക്കാർ ബാക്കി കിടക്കുന്നത്? നമ്മളിപ്പോഴത്തെ പാവങ്ങൾ അവനെ നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് നിർബന്ധമായിട്ട് ഇന്ന് തന്നെ തീർച്ചയായും പ്രിയ 3-4 ദിവസം തള്ളി നീക്കി കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോയാൽ നടക്കില്ല. കാരണം വലിയ അപകടത്തിലായിട്ട് പോവുക. ഒരാളെ കൊന്ന ആനയായതുകൊണ്ട്. സാധാരണ നമ്മളങ്ങനെ പറയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിടുത്തം കിട്ടൂല, പിടുത്തം വിട്ടുപോകും. തീർച്ചയായും ഇന്ന് ജനങ്ങളെ മുന്നിൽ നിന്ന് എന്തായാലും ഇത് പിടിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രക്ഷോഭമായിട്ട് ജനങ്ങൾ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനേക്കാളും വലിയ പ്രക്ഷോഭം തന്നെ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.